ഇന്നൊരു ഒരു സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യിലേക്ക് നമുക്ക് ഇത്തിരി കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ കാഷ്യൂനട്ട് മുഴുവനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ ചെറിയ കുഞ്ഞു പീസസ് ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുന്തിരി ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് ഇളക്കരുത്. പെട്ടെന്ന് മുന്തിരി നല്ലത് വീർത്ത് വരും. അപ്പോൾ നമുക്കിത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കും എന്നൊക്കെ പറയില്ലേ. നന്നായിട്ട് ബ്രൗൺ കളർ ആവണ്ട, നമ്മളിപ്പോൾ കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ആവണ്ട. ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് സെറ്റായി വന്നാൽ മതി കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര താല്പര്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും മധുരത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി ആ മെൽറ്റായ പഞ്ചസാര വെള്ളമൊക്കെ ആ തേങ്ങയിൽ നന്നായിട്ടൊന്ന് ഉരുക്കി ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതിന് ശേഷം വേണം അതിലേക്ക് ഇത്തിരി ഉപ്പ്, ഇത്തിരി എന്ന് വെച്ചാൽ ഒരു പിഞ്ച് ഉപ്പ്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കൂലേ, ആ ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും നമ്മൾ പിന്നെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വെറുതെ മൈദപ്പൊടിയും വെള്ളവും മാത്രം മതി. അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നന്നായിട്ട് ലൂസാവാതെ കുറുക്കിയെടുക്കണം. നല്ല കട്ടിയിൽ ആ ഒരു രീതിയിൽ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും കൂടുതലാവരുത്. കൂടുതലായാലും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല കട്ടിയിലൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം. കണ്ടോ, നല്ല കട്ടിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി പിന്നെ നമുക്ക് വേണ്ടുന്നത് നല്ല ഏത്തപ്പഴമൊക്കെ ഉണ്ടാവില്ലേ. ഏത്തപ്പഴം നല്ല പഴുത്തതൊക്കെ ചിലപ്പോൾ കുട്ടികൾ തിന്നാനായിട്ട് ഭയങ്കര മടിയാണ്. തൊലിയൊക്കെ കറുത്തിരിക്കുന്ന പഴമൊക്കെ അങ്ങനെയുള്ള പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴമായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ വെറുതെ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കൊന്ന് വരയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ 3 പഴവും ഞാനിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നടുക്ക് ഇതുപോലെ ഒന്ന് അറ്റം മുതലല്ല സെൻട്രലായിട്ട് കുറച്ച് തുമ്പ് വിട്ടിട്ട് സെൻട്രലായിട്ടൊന്ന് നല്ല ആഴത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് 3 ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യണം. നന്നായിട്ട് സൂക്ഷിച്ച് ഫില്ല് ചെയ്യുക. ഇവിടുന്ന് തുമ്പിങ്ങനെ വിട്ടുപോകരുത്. നല്ല രീതിയിൽ ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ 3 ഇതുപോലെ നല്ല തിക്കിലിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മൈദപ്പൊടിയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തം കവറായിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഒന്ന് ഒഴിച്ചിട്ട് മുങ്ങി പൊരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഈ ഒരു ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ വശവും ഒന്ന് മറിച്ചെടുത്ത് ഒരു നേരിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളത് പെട്ടെന്ന് വിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്തവരും കൊടുക്കാത്തവരും കുട്ടികൾക്ക് കൊടുക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. സ്കൂളിൽ സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. കണ്ടോ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.